പ്രിയപ്പെട്ടവരെ, കൊളോസസ് ലേഖനത്തിലെ പഠനങ്ങൾ, കൃപയുടെ നീർച്ചാലുകൾ, ഷാലോം ടെലിവിഷനിൽ ബുധനാഴ്ച തോറുമുള്ള ശുശ്രൂഷകൾ, ഇൻ്റർനെറ്റിലൂടെ ലോകമെമ്പാടും ഏത് സമയത്തും ലഭിക്കുന്ന ശുശ്രൂഷകൾ, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൂടെ കാണുന്നവർ, ടെലഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ കാണുന്നവർ, ഫേസ്ബുക്കിലൂടെ ശുശ്രൂഷകളിൽ പങ്കാളികൾ, യൂട്യൂബിലൂടെ പങ്കാളികളാകുന്നവർ, എത്ര പതിനായിരക്കണക്കിന് ആൾക്കാർക്കാണ് വചനം സമീപമായിരിക്കുന്നത്. ഇത് അത്യപൂർവമായ സമയം, കൃപയുടെ നീർച്ചാലുകളുടെ സമയം. നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം വായിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ വചനം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു വലിയ അഭിഷേകത്തിന് മുഖാന്തരമായി ഈ വചനം മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ കൃതജ്ഞത നിർഭരരായിരിക്കുവിൻ, നന്ദി പറയുവിൻ, കാരണം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഏക ശരീരമായി. ഞാൻ ആ വാക്ക് നേരെ തിരിച്ചിടുകയാണ് മനസ്സിലാകാൻ വേണ്ടി. നന്ദി പറയുവിൻ, കാരണം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഏക ശരീരമായി ക്രിസ്തുവിൻ്റെ സമാധാനം ആസ്വദിക്കുവാനായി. ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് ഏക ശരീരമായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൃതജ്ഞതാ നിർഭരരായിരിപ്പീൻ, നന്ദി പറഞ്ഞു തുടങ്ങുവീൻ. നന്ദി പറയാൻ കാരണമുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്കും വിളി കിട്ടിയിരിക്കുന്നു. You and me, we are called into the body of Christ so that we can practice, we can enjoy, we can realize and release the peace of Christ. കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാൻ ഈശോയുടെ ശരീരത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കും. ഞാനിത് വ്യക്തമായിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ നമ്മെ ഈശോയുടെ ശരീരത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് കൊണ്ട് കൃതജ്ഞതാ നിർഭരരായിരിക്കും. നന്ദി പറഞ്ഞു, കാരണം നിങ്ങൾക്ക് വിളി കിട്ടിയിരിക്കുന്നു ഈശോയുടെ ശരീരത്തിലേക്ക്. അതുവഴിയായി ഈശോയുടെ ശരീരത്തിൽ സമൃദ്ധമായ ക്രിസ്തുവിൻ്റെ സമാധാനം. എൻ്റെ നിങ്ങളുടെ സമാധാനമല്ല, എൻ്റെ നിങ്ങളുടെ സമാധാനം വന്നും പോയി നിൽക്കുന്നതാണ്. എന്നാൽ നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ഒരു സമാധാനം അനുഭവിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, നമ്മെ വിളിച്ചിരിക്കുന്നു. എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? തിരിച്ചറിയേ. ഈ അസമാധാനത്തിന് അറുതിയില്ല എന്ന് പറഞ്ഞ് അതേ നാവ് കൊണ്ട് പറ: ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ അതിനുവേണ്ടി ഈശോയുടെ ശരീരത്തിൽ വന്നിരിക്കുന്നു. ഇനി എന്നോട് പറഞ്ഞിരിക്കുന്നത് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. നന്ദി പറയുന്നത് തന്നു കഴിയുമ്പോഴാണ്. തുടങ്ങിക്കും. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഈശോ നമ്മോട് പറയുന്നത്, നന്ദി പറയുക. എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? പരസ്പരം പഠിപ്പിച്ച് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ. അത് നോക്കി, 2 പ്രാവശ്യം കൃതജ്ഞത എന്നുള്ള പദം എഴുതിയിരിക്കുന്നത്. എന്നതിന് 2 പ്രാവശ്യം ഇത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഒന്ന് ഞാൻ വായിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് പറയുക: പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വാഴട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വാഴട്ടെ. അതിന് മുമ്പേ പറഞ്ഞു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ. ഇപ്പോൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വാഴട്ടെ. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം വാഴാതെ ക്രിസ്തുവിൻ്റെ വചനം വാഴുകയില്ല. ക്രിസ്തുവിൻ്റെ വചനം വാഴാതെ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുകയില്ല. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്തോറും എന്നാ സംഭവിക്കുന്നറിയോ? ആദ്യം വരുന്നത് ക്രിസ്തുവിൻ്റെ വചനമാണ്. വചനം കേൾക്കുമ്പോൾ എന്നാ ഉണ്ടാകും? ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ ക്രിസ്തുവിനെ ഉളവാക്കും. ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ക്രിസ്തുക്കളാക്കി മാറ്റും. വേർഡ് ഓഫ് ക്രൈസ്റ്റ് വിൽ ഫോം ക്രൈസ്റ്റ് ഇൻസൈഡ് അസ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തും, പരുവപ്പെടുത്തും. ആ പരുവപ്പെടുത്തലാണ്
നമ്മൾ പിന്നീട് കാണുന്നത്. ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. വചനം വാഴുന്നതോടുകൂടി ഇന്നിപ്പോൾ നിങ്ങൾ വചനം കേട്ടോണ്ടിരിക്കുക. ഈ വചനം ഒറ്റയ്ക്ക് പോവുകയല്ല. ഈ വചനം പോയിട്ട് ക്രിസ്തുവിൻ്റെ സമാധാനത്തെ റിലീസ് ചെയ്യും. ഈ ക്രിസ്തുവിൻ്റെ സമാധാനം വരുമ്പോഴാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ ആവർത്തിച്ച് പറയാം, അലറിപ്പാഞ്ഞ് അടുത്ത് വരുന്ന തിരമാലയുള്ള കടലിൽ ആ പടകിൽ അമരത്ത് തലയണ വെച്ചുറങ്ങാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ട്. അത് തിരയില്ലാത്ത കടലല്ല, അത് കാറ്റില്ലാത്ത കടലല്ല, കോളില്ലാത്ത കടലല്ല, എല്ലാമുള്ള കടലാണ്. പക്ഷേ നെഞ്ചത്തടിക്കുന്ന ഒരു സമൂഹം തോണിയുടെ അങ്ങേ തട്ടിൽ നിൽക്കുമ്പോൾ സ്വസ്ഥനായി ഉറങ്ങുന്ന ഈശോ തോണിയുടെ ഇങ്ങേ തട്ടിൽ നിശബ്ദനായി ഉറങ്ങുകയാണ്. രണ്ടുപേരും അനുഭവിക്കുന്ന ഒരേ കാറ്റ്, ഒരേ കോള്, ഒരേ തിരമാല, ഒരേ കടൽ, ഒരേ പടക്, ഒരേ മനുഷ്യർ. ഒരാൾക്കുറങ്ങാൻ കഴിയുന്നു, മറ്റുള്ളവർ ജനിച്ച ദിവസത്തെ ശപിക്കുന്നു, തങ്ങളെ തന്നെ പഴിക്കുന്നു, വിളിച്ച നാഥനെ പഴിക്കുന്നു. എന്തേ അവർക്ക് ഈ വികാരമില്ലാത്തത്? ഒരാളുടെ ഹൃദയത്തിൽ ഭരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിക്കുന്നത് അവരുടെ സമാധാനമാണ്. അവരുടെ സമാധാനം ഒരു കാറ്റ് വരുമ്പോൾ പോവും, അവരുടെ സമാധാനം ഒരു തിരമാല വരുമ്പോൾ പോവും. എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനം തിര കഴിഞ്ഞും തിര ഉള്ളപ്പോഴും തിരയുടെ നടുവിൽ നിൽക്കുമ്പോഴും, ചിലപ്പോൾ നിങ്ങൾ തിരമാലയുടെ നടുവിൽ നിന്നോണ്ടായിരിക്കും ഇത് കേൾക്കുന്നത്. വാഴട്ടെ ഈ വചനം ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് വരട്ടെ. ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കാണിക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ, ലോഡ് എടുത്തുകൊണ്ട്, ലോഡും വണ്ടി, ലോഡ് നിറച്ച വാഹനം ഇങ്ങനെ ലോഡ് എടുത്തുകൊണ്ട് പോയി മറ്റൊരു സ്ഥലത്ത് ഇറക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഓരോ വചനങ്ങളും ക്രിസ്തുവിൻ്റെ സമാധാനത്തെ വഹിച്ചുകൊണ്ട്, ഈച്ച് വേർഡ് ഓഫ് ക്രൈസ്റ്റ് ക്യാരീസ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സമാധാനത്തെ വഹിച്ചുകൊണ്ട് വരികയാണ്. ആ വഹിച്ചുകൊണ്ട് വരുന്ന കർത്താവിൻ്റെ സമാധാനമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്തിനാണ്? നേരിടുക, എന്തിനേയും നേരിടുക, ഒന്നിലും തളരരുത്, എന്തിനേയും നേരിടുക. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ നിർബന്ധിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ സമാധാനത്തിലേക്കാണ് നിങ്ങളെ ഏക ശരീരമായിട്ട് വിളിച്ചിരിക്കുന്നത്. ഒരു ശരീരമായി മാറുകയാണ് ഈ സമാധാനം അനുഭവിക്കാൻ വേണ്ടി. കാരണം രണ്ട് ശരീരമില്ല ഈശോയ്ക്ക്, ഒരു ശരീരമുള്ളൂ. ആ ശരീരത്തിൽ പല അവയവങ്ങളാണ്. ഏതാണ് ആ ശരീരം? ഈശോയുടെ ശരീരമാണ് സഭ. ആ ശരീരത്തിലെ അവയവങ്ങൾ ആരാണ്? ആ ശരീരത്തിലെ അവയവങ്ങൾ നിങ്ങളും ഞാനുമാണ്. കർത്താവിൻ്റെ ശരീരത്തിലെ കണ്ണാണ് നിങ്ങൾ, ഈശോയുടെ ശരീരത്തിലെ ചെവിയാണ് നിങ്ങൾ, ഈശോയുടെ ശരീരത്തിലെ കരങ്ങളാണ് നിങ്ങൾ, ഈശോയുടെ ശരീരത്തിലെ കാലുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ നടപ്പും ഇരിപ്പും എഴുന്നേൽപ്പും എല്ലാം പ്രധാനപ്പെട്ടതാകുന്നതിൻ്റെ കാരണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആകുന്നതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ വചനമാണ് ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കൊണ്ടുവരുന്നത്. ഇപ്പം എന്നാ കേട്ടോണ്ടിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വചനം എന്ത് കൊണ്ടിരുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കൊണ്ടിരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം വന്നു കഴിഞ്ഞാലോ ഇത് കയറി നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനത്തിന് ഒരു വാഴ്ചയുടെ സ്വഭാവമുണ്ട്, ഒരു ഭരണ സ്വഭാവമുണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം എവിടെ വരുന്നോ അത് വന്ന് ഭരിക്കാൻ തുടങ്ങും. ഈശോയുടെ സമാധാനം എവിടെ വരുന്നോ അത് വന്ന് റൂൾ ചെയ്യാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ സമാധാനം ഭരണം നടത്താൻ തുടങ്ങും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ വചനം എന്താ കൊണ്ടിരുന്നേ? ക്രിസ്തുവിൻ്റെ സമാധാനത്തെയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം വ്യത്യസ്തമല്ലായിരുന്നെങ്കിൽ ഈശോ ഒരിക്കലും ഇതിനെ രണ്ടായിട്ട് പറയത്തില്ലായിരുന്നു. നിങ്ങൾ നോക്കി ആ വചനം കൂടെ നമുക്കൊന്ന് എടുക്കാം. എനിക്കറിയില്ല ഇതുകൂടെ കേൾക്കാൻ നമുക്ക് സമയമുണ്ടോയെന്ന്, പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈശോ പറയുകയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറയുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനമാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ ദൈവമേ, യോഹന്നാൻ സുവിശേഷം എടുത്ത് നിങ്ങളെല്ലാവരും ആ വചനം എടുത്തേ. 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുലിഖിത. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നാളിക്കത്തട്ടെ. കർത്താവേ എന്ന് വിളിച്ചേ, ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഈ വചനം ആളിക്കത്തട്ടെ. 24 മുതൽ 27. എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു.
ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. കേട്ടോ, ഇത് വ്യത്യാസമാണെന്ന് മനസ്സിലായോ? ഇത് യോഹന്നാൻ 14:27 വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വാക്യം നോക്കി. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് യേശു പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അപ്പം നമ്മൾക്ക് തോന്നും, ആ വാർത്ത കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നിയില്ലേ? ആ സാധനമായി പറയുന്നതെന്ന്. ആ കാഴ്ച കണ്ടപ്പം, ആ വാർത്ത കേട്ടപ്പം, അതെല്ലാം നന്നായി പോയപ്പം നമുക്കുണ്ടായ ഒരു വൈകാരികതയാണ് ഈ സമാധാനമെന്ന് നമുക്ക് തോന്നും. ഈശോ തരുന്ന സമാധാനം അതാണ്. അതുകൊണ്ടാണ് രണ്ടാമത് ഈശോ വ്യക്തമായിട്ട് എടുത്തു പറയുന്നത്, എൻ്റെ സമാധാനം. ഞാൻ എന്താണ് എപ്പോഴാണ് എൻ്റെ എന്ന് പറയുന്നത്? ഞാൻ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് എൻ്റെ എന്ന് പറയുന്നത്. ഈശോ ഉപയോഗിച്ച ഒന്നുണ്ട്. കുരിശിൽ നിശബ്ദനായി മറ്റുള്ളവർക്ക് വേണ്ടി ഉപദ്രവത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ തന്നെ പ്രേരിപ്പിച്ച, തൻ്റെ ഉള്ളിൽ നിറഞ്ഞ തൻ്റേതായ ഒരു സമാധാനമുണ്ട്. ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ മുഴുവനായി അസ്വസ്ഥതയുടെ നടുവിൽ പിതാവിന് സമർപ്പിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ 14:27 ഈശോ പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നൽകുന്നു, നിങ്ങൾക്ക് തരികയാണ്. അത് കിട്ടിയാൽ പിന്നെ എന്താണ് ഇനി വേണ്ടിയത്? എന്തിനെ നേരിടാൻ നിങ്ങൾക്കത് മതി. കാരണം ആ സമാധാനം കൊണ്ട് അവൻ നേരിട്ടത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ വേദനയാണെങ്കിൽ അതേ സമാധാനം കിട്ടിയെന്ന് നിനക്ക് നീ നേരിടാൻ കഴിയാത്തതായിട്ട് എന്തായി ലോകത്തുള്ളേ? സടകുടഞ്ഞ് എഴുന്നേൽക്ക്, ഒരു പുതിയ മനുഷ്യനായിട്ട് പുറത്തു പോവാ. ഞാൻ ഈ പറഞ്ഞത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇതൊരു വലിയ അഭിഷേകത്തിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ നിമിഷമായിട്ട് മാറട്ടെ. ഞാനത് വായിക്കുന്നത്, ഇത് ഈശോ ഏറ്റവും കൂടുതൽ ഈശോ ശിഷ്യന്മാരെ വന്ദനം പറഞ്ഞിട്ടുള്ളത് എന്ത് പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട്, സമാധാനം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈശോ വന്ദനം ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. നോക്കിക്കോ, യോഹന്നാൻ 14:27 യേശു സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറയും. യോഹന്നാൻ 16:33 വീണ്ടും ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്നിലുണ്ടാകേണ്ടതിന് ഞാനിത് ഇവിടെ വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. യോഹന്നാൻ 20:19 ഉദ്ധിതനായ ശേഷം അവിടുന്ന് പ്രത്യക്ഷനായിട്ട് അവരുടെ നടുവിൽ നിന്നിട്ട് ഇത് റിമൈൻഡ് ചെയ്യുക, ഇതവരെ ഓർമ്മിപ്പിക്കുക. ഏതാ? എൻ്റെ സമാധാനം എന്ന് പറഞ്ഞ ഒരെണ്ണം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞില്ലേ? അടച്ചിട്ട മുറിയിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഭയപ്പെട്ടവരകന്നിരിക്കുക. ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടവർ വന്ന് വാർത്ത അറിയിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ പേടിച്ചിരിക്കുക. ഇവരെ നേർച്ചക്കോഴികളെ പോലെ കൊല്ലുന്നു പോകുന്ന സമയത്ത് അടച്ചിട്ട മുറിയുടെ അകത്ത് പ്രത്യക്ഷപ്പെട്ട് ഈശോ അവരോട് പറയുകയാണ്. വാതിലടച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ 20:19 വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. തീർന്നില്ല. ഉദ്ധിതനായവനെ നോക്കി നിൽക്കുന്ന ശിഷ്യവൃന്ദത്തോട് അവൻ സംസാരിക്കുകയാണ്. യോഹന്നാൻ 20:21 പിന്നെയും അവരവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 20 അധ്യായത്തിൽ 26 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. കഥക് അടച്ചിരിക്കുക. യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം 6 പ്രാവശ്യം, അതിന് മേളിലുള്ള ഭാഗമല്ല കേട്ടോ, 6 പ്രാവശ്യം ആവർത്തിച്ച് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഏത് സമാധാനത്തിൻ്റെ കാര്യമായി പറയുന്നത്? മകളെ വളർത്തി, അവളുടെ വിവാഹം നടന്നു, അവൾക്ക് നല്ല ജോലി കിട്ടി, അവൾക്കൊരു കൊച്ചുണ്ടായി, ആ ഉണ്ടായ കൊച്ചിനെയും കൈ പിടിച്ച് എൻ്റെ ദൈവമേ നടത്തി എല്ലാ വിധങ്ങൾക്കും നന്ദി, ആശ്വാസമായി എന്ന് പറയുന്ന ആ സമാധാനമാണ് ഈ പറയുന്നത്. അതല്ല പ്രിയോ, അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ പറയുന്ന എക്സ്ക്ലൂസീവാണ്, നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന, ലോകത്തിന് അനുഭവിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമാധാനം. അത് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. അത് കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി നിറയട്ടെ. Abundance of the word of God brings the peace of Christ. When the peace of Christ comes, it will rule our heart. നമ്മുടെ ഹൃദയത്തെ കയറി ഭരണം നടത്താൻ
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പറ്റൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ സമാധാനം കൊണ്ട് അങ്ങോട്ട് നിറയട്ടെ. മകളെ ഓർത്ത്, മകനെ ഓർത്ത്, നിങ്ങളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, ഒന്നിനെ ഓർത്തും, സമ്പത്തിനെ ഓർത്ത്, നാളെ ഓർത്ത്, മറ്റന്നാളിനെ ഓർത്ത്, 2025 ഓർത്ത്, ഡിസംബർ മാസത്തെ ഓർത്ത്, നവംബർ മാസത്തെ ഓർത്ത്, സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളിത്, നവംബർ മാസത്തിൽ, ഏത് മാസത്തിൽ ഇത് കേട്ടാലും ഈ മാസത്തിൽ, ഒക്ടോബർ മാസത്തിൽ വിശ്വസിക്കേ ഈ വചനം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സമാധാനം വ്യാപിക്കട്ടെ. Jesus was reminding his disciple again and again and again and again. More than 6 times in the Gospel of John alone. He's reminding his disciples and greeting his disciples by saying, peace be with you. Peace of the Lord be with you. Peace of the God may be with you. Why God is reminding again and again? This is the peace God has promised them in John chapters 14 and 16. My peace I give to you. I'm giving my peace to you. This is not like the world, the peace of the world. This is something else. We have that peace of Christ in us. ക്രിസ്തുവിൻ്റെ സമാധാന സമൃദ്ധമായി നിങ്ങൾ ഇനി എന്നാ ചെയ്യണ്ടേ? 2 പ്രാവശ്യം ഈ വചനത്തെ പറയാം. കൃതജ്ഞതാ നിർഭരരായിരിക്കുവീൻ, കൃതജ്ഞതാ നിർഭരരായിരിക്കുവീൻ, നന്ദി പറയുവീൻ. ആകത്തുകയെന്ന് ക്രോഡീകരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ചുമന്ന് നമ്മളിലെത്തിക്കും. കൂടുതൽ വചനം കേൾക്കുന്നു, കൂടുതൽ സമാധാനം. കുറഞ്ഞ വചനം കേൾക്കുന്നു, കൂടുതൽ അസമാധാനം. കൂടുതൽ വചനം, കൂടുതൽ സമാധാനം. ഹൃദയത്തെ വാഴാൻ തുടങ്ങും. ഹൃദയത്തെ വാഴുമ്പോൾ എന്നാ ചെയ്യും? ആ വാഴ്ചയിൽ നിന്ന് നന്ദി വരും. എൻ്റെ ദൈവമേ, ഇത്രയെല്ലാം പ്രതിസന്ധികൾ എനിക്കുണ്ടായിട്ടും ഇതിൻ്റെ എല്ലാം നടുവിൽ എന്നെ ഇത് ബാധിക്കുന്നില്ലല്ലോ. അപ്പം നന്ദി പറയാൻ തുടങ്ങും. ഇതിൻ്റെ നടുവിലൂടെ, വെള്ളത്തിൻ്റെ മേളിലൂടെ ഞാൻ നടന്നു കയറിയല്ലോ, ദൈവമേ നന്ദി. തീച്ചൂളയുടെ നടുവിലൂടെ ഞാൻ നടന്നു വന്നല്ലോ, ദൈവമേ നന്ദി. ആ നന്ദി പറച്ചിലിന് ആണ് കൃതജ്ഞതാർപ്പണം എന്ന് പറയുന്നത്. അതിന് വലിയ ശക്തിയുണ്ട്. തുടങ്ങിക്കോ, നന്ദി പറഞ്ഞു. ഈ വചനം കേൾക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ സമാധാനം. വചനം മൂലം ആ കൊണ്ടുവരുന്ന സമാധാനം കർത്താവ് 6 പ്രാവശ്യം പ്രോമിസ് ചെയ്യുക. എൻ്റേത് മാത്രം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഇത് ലോകം തരുന്ന പോലെയല്ല. ഒഴുകട്ടെ. ഇന്ന് കേൾക്കുന്ന സാക്ഷ്യം അത് തന്നെയാണ്. വ്യക്തികളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ സൗഖ്യം ഇറങ്ങിയ അനുഭവങ്ങൾ. ഇത് കേട്ടിട്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. One minute. See this. What is the person who wear the check shirt? What is his name? ನೋಡಿ, ಚೆಕ್ ಶರ್ಟ್ ಹಾಕಿರುವ ನಿಮ್ಮ ಹೆಸರು ಏನಪ್ಪ? ಚೆಕ್ ಶರ್ಟ್. This one. ನಿಮ್ಮ ಹೆಸರು? ನಿಮ್ಮ ಹೆಸರು Raphael. Oh, you are that angel, huh? ಓ, ನೀವು ದೇವದೂತರು. Raphael. Come here. ರಫಾಯಲ್, ಈಚೆ ಬನ್ನಿ. Otherwise I will come there. ಅಥವಾ ನಾನು. ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ, ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ, ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ. Hey Raphael. ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ. Raphael. See, this brother Raphael is not praying for the healing now. ನೋಡಿ, ಈ ರಫೇಲರು ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. He is not praying for the healing now. ಅವರು ತನ್ನ ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. I'm telling you this, don't pray for the healing now. ನೋಡಿ, ನಿಮಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಡಿ. I know for what you are praying. ನನಗೆ ಗೊತ್ತು ನಿಮ್ಮ ಅಗತ್ಯವೇನೆಂದು. But you pray now. ಆದ್ರೆ ಈ ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ, ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ, ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ. See, this brother Raphael, ಈ ಬ್ರದರ್ ರಾಫೇಲ್, he is having this hip and back pain. ಅವರಿಗೆ ಸೊಂಟ ನೋವು. This is ಸೊಂಟ the side. ನೋಡಿ, ಈ ಬದಿಯಲ್ಲಿ. This is in the left side. ನೋಡಿ, ಎಡ ಬದಿಯಲ್ಲಿ ಅವರಿಗೆ ಸೊಂಟ This ನೋವು. is the left side. ಎಡ ಬದಿಯಲ್ಲಿ. In the hip. ನೋಡಿ, ಈ ಸೊಂಟದಲ್ಲಿ, In the hip. ನೋಡಿ ಈ ಭಾಗದಲ್ಲಿ, ಸೊಂಟದ ಈ ಭಾಗ. Okay.
From here, the pain moves ನೋಡಿ ಅಲ್ಲಿಂದ from ನೋವು here to the here. ನೋಡಿ ಇಲ್ಲಿಂದ ಇಲ್ಲಿ ತನಕ ಬರ್ತದೆ ನಿಮಗೆ ನೋವು. ಹೌದು Am I true? ಹೌದು ಹೌದು ಹೌದು. Okay. Now you are not praying for the sickness. ನೋಡಿ ಈಗ ನಿಮ್ಮ ಈ ಕಾಯಿಲೆಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಡಿ. ಕುಳಿತುಕೊಳ್ಳಿ. Now you are not praying for the healing. ನೋಡಿ ಇವರಿಗೆ ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ But you are praying now. ಆದ್ರೆ ಈ ರೀತಿ ಈಗ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ. 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 ಪರಿಪೂರ್ಣ ವಿವೇಕ This brother, ಆಧ್ಯಾತ್ಮಿಕ Raphael, is not praying for the healing. ನೋಡಿ ಈ ರಾಫೇಲರು ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. But now, ಆದ್ರೆ ಈಗ all the left side, ಅವರ ಇಡೀ ಎಡಬದಿ from the hip, ಸೊಂಟದಿಂದ ಹಿಡಿದು it will get healed. ಈಗ ಸೌಖ್ಯ ಸಿಕ್ಕಿದೆ. Hallelujah. ಹಾಲೆಲೂಯಾ. ಪರಿಪೂರ್ಣ ವಿವೇಕ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ. 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 ನೋವಿಲ್ಲ. ಇಲ್ಲ ನೋವಿಲ್ಲ. നന്നായിട്ട് നോക്ക്. ಚೆನ್ನಾಗಿ ನೋಡಿ ಅಪ್ಪ, ನೋವು ಇದೆ ಅಂತ ಒಮ್ಮೆ ಬಗ್ಗಿ ಎಲ್ಲ ನೋಡಿ. ನೋವಿಲ್ಲ. ಇಲ್ಲ ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಓಡಿ ನೋಡಿ ಆಚೆ ಈಚೆ ಒಮ್ಮೆ ಓಡಿ. പരിപൂർണ വിവേക ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನ. പരിപൂർಣ വിവേക ആധ്യാത്മിക ജ്ഞാന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. കുരിശിൻ്റെ ചോട്ടിൽ കുരിശിൻ്റെ സാക്ഷിയായി നിന്ന അമ്മയുടെ ഹൃദയത്തെ ഭരിച്ച സമാധാനം എന്താണ്? സ്വന്തം മകൻ അർത്ഥനഗ്നനായി കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല, അതീവ വേദന 3 മണിക്കൂർ അനുഭവിച്ച് പിടഞ്ഞ് ചോര വാർന്ന് ഒഴുകുന്നത് കണ്ടു നിന്ന അമ്മയ്ക്ക് എങ്ങനെ ഇത് പറ്റി? അമ്മയുടെ ഹൃദയത്തെ ഭരിച്ച സമാധാനം. അമ്മ ആ കുരിശിൻ്റെ ചോട്ടിൽ എന്താ കുഴഞ്ഞു വീഴാഞ്ഞ്? അമ്മയുടെ BP എന്താ കൂടാഞ്ഞ്? അമ്മ എന്താ അവിടെ തളർന്നിരിക്കാഞ്ഞ്? അതിൻ്റെ ശേഷവും ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടി മാളിക മുറിയിൽ ഊട്ടിശാലയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ അമ്മയാണല്ലോ പ്രേരിപ്പിക്കുന്നത്. എന്താ അമ്മ ഇതാ പറയും നമ്മളോട്, മക്കളെ, എൻ്റെ ഹൃദയത്തെ ഭരിച്ച ഒരു സമാധാനമുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയത്തെ വാഴട്ടെ. ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ യുവർ ഹാർട്ട്. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ വാഴട്ടെ. അതിനായിട്ട് ഈശോയുടെ ശരീരമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകും. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ.